ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു നല്ല കാര്യം ചെയ്യുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്. അള്ളാഹുവിനെ മുന്നിൽ കാണുന്നത് പോലെ. അള്ളാഹുവിനെ മുന്നിൽ കാണാൻ പറ്റൂല. അപ്പോൾ ഉലമാക്കൾ പറഞ്ഞ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ റബ്ബിൻ്റെ സാന്നിധ്യം ഹൃദയത്തിൽ ഹുളൂറുള്ളത് പോലുള്ള ഫീലിംഗ് ആണെന്നാണ്. അങ്ങനെ ആകുമ്പോൾ അള്ളാഹുവിനല്ലാതെ വേറെ ആരെയും കാണാൻ പറ്റൂല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മുന്നിൽ വന്നാൽ പിന്നെ പരിസരം മറക്കും. നമ്മൾ പറയല്ലോ, ഞാൻ പരിസരമാകെ മറന്നു, കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നിനെ മുന്നിൽ കണ്ടു. അപ്പോൾ അള്ളാഹുവിനെ മുന്നിൽ കണ്ടാൽ പിന്നെ പരിസരത്തുള്ള ആരെങ്കിലും കാണുമോ? ആരെയും കാണില്ല. അപ്പോൾ റിയാ ഉണ്ടാവില്ല, സുമഅത്ത് ഒന്നും ഉണ്ടാവില്ല. അള്ളാഹ് എന്നുള്ളൊരൊറ്റ ചിന്ത, ഈ റബ്ബെന്ന ഒരൊറ്റ ചിന്തയോടുകൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ഇഹ്സാൻ. അത് കുറച്ചുകൂടി സ്പെഷ്യലാണ്. ഇതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. എന്നാൽ രണ്ടാമത് പറയുന്നത് ഫഇൻ ലം തകുൻ തറാ, ഇനി നിനക്ക് റബ്ബിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഫഇന്നഹു യറാക്, അള്ളാഹു നിന്നെ കാണുന്നുണ്ട്, അള്ളാഹു എന്നെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ചിന്ത. ഇതൊന്നും ഔട്ടായാൽ പിന്നെ അമലു സാലിഹാത്തെ അല്ല, പിന്നെ ഇഹ്സാനില്ല.